സംരംഭവും വിജയത്തിലെത്തി പിന്നിലേക്ക് നോക്കുമ്പോൾ അതിനുവേണ്ടി അധ്വാനിച്ച ക്ഷീണിക്കാത്ത കരങ്ങളുണ്ട്. ക്രിയാത്മകത കൊണ്ടും തനതായ ശൈലി കൊണ്ടും വ്യത്യസ്തത പുലർത്തുന്ന CMC മേരി മാതാ പ്രോവിൻസിന്റെ മേരി മാതാ മീഡിയയുടെ ഉത്തരവാദിത്വം വഹിക്കുന്ന മീഡിയ കൗൺസിലർ സിസ്റ്റർ ജീവയെ സ്വാഗത പ്രസംഗത്തിനായി സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. സ്നേഹം നിറഞ്ഞ മദർ പ്രൊവിൻഷ്യൽ സിസ്റ്റർ മരിയാൻഡോ, വിഗർ പ്രൊവിൻഷ്യൽ സിസ്റ്റർ മെറീന, പ്രൊവിൻഷ്യൽ കൗൺസിലേഴ്സ് സിസ്റ്റർ പവിത്ര, സിസ്റ്റർ ദയാമരിയ, സിസ്റ്റർ ആനി ജോ, പ്രധാന അധ്യാപകരെ, പ്രിയ സിസ്റ്റേഴ്സ്, അധ്യാപകരെ, ഇന്ന് ഇവിടെ കടന്നു വന്നിരിക്കുന്ന മറ്റെല്ലാ വിശിഷ്ട വ്യക്തികളെ, വിജയികളായ എൻ്റെ വിദ്യാർത്ഥി മക്കളെ, പട്ടം പറപ്പിച്ചു നടന്നവൻ വിമാനം പറപ്പിക്കുന്നു, പത്രം വിറ്റു നടന്നവൻ റോക്കറ്റ് വിക്ഷേപിക്കുന്നു, വട്ടപൂജ്യത്തിൽ തുടങ്ങിയവർ സംപൂജ്യരായി മാറുന്നു, തഴയപ്പെട്ടവർ താരങ്ങളായി ഉയരുന്നു, ശ്രദ്ധിക്കപ്പെടാതിരുന്നവർ ശ്രദ്ധാ കേന്ദ്രങ്ങളായി മാറുന്നു, അറിയപ്പെടാതിരുന്നവർ അത്ഭുതങ്ങളായി തീരുന്നു. അതെ, ഇതെല്ലാം ഒരു സ്ഥിര പരിശ്രമത്തിൻ്റെയും ദൃഢപ്രതിജ്ഞകളുടെയും കഠിനാധ്വാനത്തിൻ്റെയും അതിജീവനത്തിൻ്റെയും വിജയരഹസ്യങ്ങളാണ്. പ്രിയമുള്ളവരെ, വയലിൽ മറഞ്ഞിരിക്കുന്ന നിധി കണ്ടെത്തിയവർ വയലിൽ മറഞ്ഞിരിക്കുന്ന നിധി കണ്ടെത്തിയതുപോലെയാണ് ഓരോ മത്സരവും അതിൽ നിന്ന് കടഞ്ഞെടുത്ത വിജയങ്ങളും. കൂരിരുട്ടിലേക്ക് വഴുതി വീഴുന്ന ഈ ലോകത്തിൽ ഒരു കൈത്തിരി തെളിക്കുക, മൂല്യച്യുതിയിൽ മുങ്ങിക്കിടക്കുന്നവർക്ക് ഒരു നേർക്കാഴ്ചയാകുക, മാധ്യമ സംസ്കാരത്തിൽ ഒടിഞ്ഞു കിടക്കുന്ന കതിരും പതിരും തിരിച്ച്, കളയും വിളയും വേർതിരിച്ച്, അങ്ങനെ യുവ മനസ്സുകളിൽ ശ്രേഷ്ഠമായ മൂല്യങ്ങൾ ഇംപാർട്ട് ചെയ്യുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് ഷോർട്ട് ഫിലിം ഫെസ്റ്റ് 2023 ക്രമീകരിക്കപ്പെട്ടത്.
ഏതൊരു ഗാനങ്ങൾക്കും ജീവൻ ലഭിക്കുക അതിന് ആകർഷകത്വം നൽകുമ്പോഴാണ്. ചലനങ്ങളിലൂടെയും നടന വിസ്മയങ്ങളിലൂടെയും സുവിശേഷത്തിലെ ഈശോയുടെ ഊഷ്മളമായ സ്നേഹവും കരുണയും ആർദ്രതയും ക്ഷമയും അതോടൊപ്പം തന്നെ ഉന്നതമായ മൂല്യങ്ങളും മനുഷ്യ മനസ്സുകളിലേക്ക് സന്നിവേശിപ്പിക്കുന്നതിനായി ഒന്ന് ചിട്ടപ്പെടുത്തുകയായിരുന്നു ആക്ഷൻ സോങ് ഫെസ്റ്റ് 2023. അറിവിൻ്റെ ഭണ്ഡാരം അളക്കുക നമ്മെ സംബന്ധിച്ചൊക്കെ അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. എന്നിരുന്നാലും ഓരോരുത്തരിലും മറഞ്ഞിരിക്കുന്ന അറിവിൻ്റെ നിധിയെ കണ്ടെത്താൻ നടത്തിയ എളിയ പരിശ്രമമായിരുന്നു ഇന്നിവിടെ നടന്ന ബിബിയ സാന്തിറ്റ മെഗാ ക്വിസ് 2K23. 7 വർണ്ണങ്ങൾ ഒരുമിച്ച് ചേരുമ്പോൾ ഉണ്ടാകുന്ന മഴവില്ലിൻ്റെ മനോഹാരിത അതുപോലെയാണ് വിശിഷ്ട വ്യക്തിത്വങ്ങളും ശിക്ഷണം നൽകി ശിഷ്യരെ രൂപപ്പെടുത്തിയ ഗുരുഭൂതരും മത്സര വിജയികളും ഒരുമിച്ച് ചേരുന്ന ഈ നിമിഷങ്ങൾക്ക് മഴവില്ലിനേക്കാൾ മനോഹാരിതയുണ്ടെന്ന് പറയുന്നതിൽ സന്തോഷമേയുള്ളൂ. ഇത്തരുണത്തിൽ ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് ഒന്ന് കടക്കട്ടെ. ഈ അവാർഡ് ദാന സെറിമണി ഉദ്ഘാടനം ചെയ്യുന്നതിനായി CMC മേരി മാതാ പ്രൊവിൻസിൻ്റെ അമരക്കാരി ആദരണീയായ സ്നേഹസമ്പന്നയായ പ്രൊവിൻഷ്യൽ സുപ്പീരിയർ സിസ്റ്റർ മരിയ ആൻഡോയെ ഒത്തിരി സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈ അവാർഡ് ദാന ചടങ്ങിൽ അധ്യക്ഷപദം അലങ്കരിക്കുന്നതിനായി വിഗർ പ്രൊവിൻഷ്യൽ സിസ്റ്റർ മെറീനയെ എത്രയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. വിജയികളായ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ആശംസകൾ അർപ്പിക്കുന്നതിനായി പ്രൊവിൻഷ്യൽ കൗൺസിലർ സിസ്റ്റർ പവിത്ര, സിസ്റ്റർ ദയാമരിയ ഇവരെ ഓരോരുത്തരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ബിബിയ സാന്തിത്ത 2K23 മെഗാ ക്വിസിന് നേതൃത്വം നൽകുകയും ഈ അവാർഡ് ദാന ചടങ്ങിൽ കൃതജ്ഞതയർപ്പിച്ച് സംസാരിക്കുകയും ചെയ്യുന്ന എഡ്യൂക്കേഷൻ കൗൺസിലർ സിസ്റ്റർ ആനി ജോയെ ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇന്നിവിടെ വന്നെത്തിയിരിക്കുന്ന എല്ലാ പ്രധാന അധ്യാപകരെയും സിസ്റ്റേഴ്സിനെയും മറ്റ് ഓരോ അധ്യാപകരെയും വിജയികളായ എല്ലാ വിദ്യാർത്ഥികളെയും ഇന്നിവിടേക്ക് കടന്നു വന്നിരിക്കുന്ന PTA പ്രസിഡന്റുമാർ, പാരൻസ്, മറ്റ് വിശിഷ്ട വ്യക്തികൾ ഓരോരുത്തരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. അനുഗ്രഹത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും നല്ല നിമിഷങ്ങളും ദിനങ്ങളും ആശംസിച്ചുകൊണ്ട് നന്ദി. ഈ ഒരു സമ്മേളനം തിരിതെളിച്ച് ഉദ്ഘാടനം ചെയ്ത് സന്ദേശം നൽകുന്നതിനായി ബഹുമാനപ്പെട്ട പ്രൊവിൻഷ്യാളമയെ ഏറെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. വിഗർ പ്രൊവിൻഷ്യൽ സിസ്റ്റർ മെറീന, പ്രൊവിൻഷ്യൽ കൗൺസിലേഴ്സ്, പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ്, പ്രധാന അധ്യാപികമാരെ, ടീച്ചേഴ്സ്, സഹോദരി സഹോദരങ്ങളെ, പ്രിയം നിറഞ്ഞ കുഞ്ഞുങ്ങളെ, എല്ലാവർക്കും ഗുഡ് ആഫ്റ്റർനൂൺ. നമ്മളെല്ലാവരും ഇവിടെ ആയിരിക്കുന്നത് നമ്മുടെ വിദ്യാലയത്തെ, നമ്മുടെ കോളേജുകളെ എല്ലാം പ്രതിനിധീകരിച്ചുകൊണ്ടാണ്. നമ്മുടെ വിദ്യാലയങ്ങളിൽ, കോളേജുകളിൽ 80 കുട്ടികൾ, 100 പേർ, 200 പേർ, 500 പേർ, 700 പേർ, 1000 പേർ അല്ലെങ്കിൽ 2000 പേരുണ്ടായിരിക്കും. അവരിൽ നിന്നെല്ലാം തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് നിങ്ങൾ ഓരോരുത്തരും. അതുതന്നെ നിങ്ങൾക്ക് അഭിമാനത്തിന് ഏറെ വക നൽകുന്നുണ്ട്. ഇങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ട് നിങ്ങൾക്ക് ഇവിടെ ഫസ്റ്റ് കിട്ടിയാലും സെക്കൻഡ് കിട്ടിയാലും തേർഡ് കിട്ടിയാലും
നിങ്ങൾക്ക് പ്രത്യേക സമ്മാനം കിട്ടിയില്ലെങ്കിലും നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇന്ന് ഏറെ അഭിമാനിക്കാം. കാരണം നിങ്ങൾ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. അതോടൊപ്പം നിങ്ങൾക്ക് സമ്മാനവും കിട്ടിയിരിക്കുന്നു. അതിനാൽ ഇരട്ടി മധുരമുണ്ട്, ഇരട്ടി അഭിനന്ദനമുണ്ട്. ഒരു കയ്യടി നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി. CMC കോൺഗ്രിഗേഷൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് നാം ഓരോരുത്തരും ഇവിടെ ആയിരിക്കുക. CMC കോൺഗ്രിഗേഷൻ്റെ അങ്കമാലി മേരിമാത പ്രോവിൻസിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ ഈ കോൺഗ്രിഗേഷന് ഒരു ക്യാരിസമുണ്ട്. ആ ക്യാരിസത്തിന് 2 ലക്ഷ്യങ്ങളുണ്ട്. അതിൻ്റെ ഒന്നാമത്തെ ലക്ഷ്യം ഇതിൽ അംഗങ്ങളായി കടന്നു വരുന്നവരുടെ വിശുദ്ധമായ ജീവിതമാണ്. ഇന്നിവിടെ ക്വിസ് കോമ്പറ്റീഷന് ഒരു വിഷയം മദർ മേരി സെലിൻ ആയിരുന്നു. മദർ മേരി സെലിൻ ഈ കോൺഗ്രിഗേഷനിലെ ഒരംഗമാണ്. ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെ വായിച്ചു പഠിച്ചപ്പോൾ ആ അമ്മയുടെ വിശുദ്ധി നമുക്ക് മനസ്സിലായി. ഈ കോൺഗ്രിഗേഷൻ്റെ ഒന്നാമത്തെ ലക്ഷ്യം, ക്യാരിസത്തിൻ്റെ ഒന്നാമത്തെ ലക്ഷ്യം ഞങ്ങളുടെ ഓരോരുത്തരുടെയും വിശുദ്ധമായ ജീവിതമാണ്. ഈ ക്യാരിസത്തിന് രണ്ടാമത് ഒരു ലക്ഷ്യമുണ്ട്. അത് ദൈവജനത്തിൻ്റെ സമഗ്രമായ വളർച്ചയാണ്. ദൈവജനത്തിൻ്റെ വിശിഷ്യ സ്ത്രീകളുടെയും കുട്ടികളുടെയും സമഗ്രമായ വളർച്ച, ഇൻ്റഗ്രൽ ഗ്രോത്ത്. എന്താണ് ഈ സമഗ്രമായ വളർച്ച എന്ന് വെച്ചാൽ? അതിൻ്റെ ഉള്ളിൽ 3 കാര്യങ്ങൾ കണ്ടെത്താൻ നമുക്ക് സാധിക്കും. സമഗ്ര വളർച്ച, അതിലൊന്നാമത്തെ കാര്യം, ഇറ്റ് ഈസ് ദ ഡെവലപ്മെൻറ്റ് ദാറ്റ് മേക്സ് എവരി പേഴ്സൺ മോർ ഹ്യൂമൻ. കൂടുതൽ മനുഷ്യനാക്കുന്നു, കൂടുതൽ മനുഷ്യത്വം ഉള്ളവരാക്കുന്നു. ഹ്യൂമൺനെസ്. ഒരിക്കൽ ഒരു പള്ളിയിൽ ഒരു കള്ളൻ കയറിയപ്പോൾ പോലീസ് കള്ളനെ പിടികൂടി വികാരിയച്ഛൻ്റെ മുൻപിലെത്തിച്ചു. വികാരിയച്ഛനോട് ചോദിച്ചു ഇതാരാണെന്ന്. കാരണം കള്ളനെ വികാരിയച്ഛൻ കണ്ടിരുന്നു. ഇതാരാണെന്ന ചോദ്യത്തിന് വികാരിയച്ഛൻ ഒരു ചിന്തയുമില്ലാതെ ഉടനടി മറുപടി പറഞ്ഞു, ഇതെൻ്റെ സഹോദരനാണെന്ന്. കള്ളനെ പിടിച്ച് മുന്നിലെത്തിച്ചപ്പോൾ വികാരിയച്ഛൻ പറഞ്ഞു, ഇതെൻ്റെ സഹോദരനാണെന്ന്. ജീവിത സാഹചര്യങ്ങളായിരിക്കും ഒരുപക്ഷെ അവനെ കള്ളനാക്കിയത്. അവനിലുള്ള മനുഷ്യത്വം അവനെ സഹോദരനായി കാണുവാൻ വികാരിയച്ഛനെ പ്രേരിപ്പിച്ചു. അപ്പോൾ ഇൻ്റഗ്രൽ ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒന്നാമത്തെ തലം മനുഷ്യത്വം ഉള്ളവരാകുക എന്നതാണ്. ഇനി രണ്ടാമത്തെ തലം, ഇറ്റ് സീക്സ് ടു പ്രൊമോട്ട് ദ ഗുഡ് ഓഫ് ഹോൾ പേഴ്സൺ, WHOLE, ഹോൾ പേഴ്സൺ. സമഗ്രതയുള്ള വ്യക്തി, പരിപൂർണ മനുഷ്യൻ്റെ നന്മ പ്രൊമോട്ട് ചെയ്യുക. അതാണ് ഇൻ്റഗ്രൽ ഗ്രോത്തിൻ്റെ രണ്ടാമത്തെ തലം. ഇനി മൂന്നാമത്തെ തലമോ, ഇറ്റ് സീക്സ് ടു പ്രൊമോട്ട് ദ ഗുഡ് ഓഫ് എവറി പേഴ്സൺ. ഓരോ വ്യക്തിയുടെയും നന്മ പ്രൊമോട്ട് ചെയ്യാൻ ഇത് നമ്മെ ശക്തരാക്കുന്നു. അപ്പോൾ ഞങ്ങളുടെ വിദ്യാഭ്യാസ കേന്ദ്രങ്ങളിലൂടെ, സ്ഥാപനങ്ങളിലൂടെ പ്രൊമോട്ട് ചെയ്യുന്നത് അതിലേക്ക് കടന്നു വരുന്ന കുട്ടികളുടെ, അതിൽ സംബന്ധിക്കുന്നവരുടെ, ടീച്ചേഴ്സിൻ്റെ, കുടുംബങ്ങളുടെ സമഗ്രമായ വളർച്ചയാണ്. റീഡേഴ്സ് ഡൈജസ്റ്റ് എന്ന് പറയുന്ന ഒരു മാഗസിനുണ്ട്. അമേരിക്കൻ ബേസ് ചെയ്തിട്ടുള്ള ഒരു മാഗസിനാണ്. അതിനൊത്തിരി വായനക്കാരുണ്ട്. ആ മാഗസിന് വളരെ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ഒരു മാഗസിനാണ്. അതിൽ വരുന്ന ലേഖനങ്ങളെല്ലാം കഥകളും കാര്യങ്ങളും ഒന്നുമല്ല, കാര്യമായ ലേഖനങ്ങളാണ്. ആ ലേഖനങ്ങളെല്ലാം തന്നെ ജീവിതത്തിൻ്റെ എല്ലാ യാഥാർത്ഥ്യങ്ങളെയും ടച്ച് ചെയ്യുന്ന, സ്പർശിക്കുന്ന ലേഖനങ്ങളാണ്. അവയുടെ ലക്ഷ്യവും അതുതന്നെ, മാനുഷികത, മനുഷ്യത്വം, മനുഷ്യസ്നേഹം. ഇത് പ്രൊമോട്ട് ചെയ്യുകയാണ് ആ മാഗസിനിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം. എൻ്റെ പഠനകാലത്ത് വളരെ താല്പര്യത്തോടുകൂടെ ഒത്തിരിയേറെ വായിച്ചിട്ടുള്ള ഒരു മാഗസിനാണ് റീഡേഴ്സ് ഡൈജസ്റ്റ്. ഞാനിത് പറഞ്ഞു വരുന്നത് നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ, കലകളുടെ, സാഹിത്യത്തിൻ്റെ എല്ലാം ആത്യന്തികമായ ലക്ഷ്യമെന്ന് പറയുന്നത് നല്ല മനുഷ്യരാകുക, നല്ല മനുഷ്യത്വമുള്ളവരാകുക എന്നതാണ്. നമ്മൾ കലയും സാഹിത്യവുമായി ബന്ധപ്പെട്ട ഒരു പ്രോഗ്രാമിലാണ് ഇപ്പോൾ സംബന്ധിച്ചു കൊണ്ടിരിക്കുന്നത്. കലയിൽ മൂല്യമുണ്ട്, കലയിൽ നന്മയുണ്ട്, കലയിൽ നല്ല ചിന്തകളുണ്ട്,
കലക്കി ജീവിതത്തെ നല്ല പന്ഥാവിലൂടെ നയിക്കുവാനുള്ള കഴിവുണ്ട്. ഇവിടെ വെൽക്കം പറഞ്ഞപ്പോൾ സിസ്റ്റർ ജീവ പറയുകയുണ്ടായി, നിങ്ങൾ ആക്ഷൻ സോങ് കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു, ഷോർട്ട് ഫിലിം കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു, ക്വിസ് കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. ഇതിൻ്റെ എല്ലാം പിന്നിൽ ഇത് തയ്യാറാക്കിയവരെ, ഇത് പഠിപ്പിച്ചവരെ, ഇത് പഠിച്ച് കളിച്ചവരെ, പറഞ്ഞവരെ ഏറെ ചിന്തിപ്പിച്ചിട്ടുണ്ട്, ചിരിപ്പിച്ചിട്ടുണ്ട്, വളർത്തിയിട്ടുണ്ട്. കഴിഞ്ഞ 2 ദിവസമായി ഞാൻ നമ്മുടെ എടക്കുന്ന് ഭവനത്തിലായിരുന്നു. അപ്പോൾ അവിടുത്തെ വികാരിയച്ഛൻ ഇടവകയിൽ ചെയ്തൊരു വലിയ കാര്യം അതെന്നെ നന്നായി ചിന്തിപ്പിച്ചു. ലോഗോസ് ക്വിസിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടിലാണ്. അപ്പോൾ അവർ ആദ്യം തന്നെ ഈ ലോഗോസ് ക്വിസിൻ്റെ ഭാഗങ്ങൾ കേന്ദ്രീകരിച്ച് ഒരു പുസ്തകം തയ്യാറാക്കി. അതുകൂടാതെ ഓരോ ദിവസവും വികാരിയച്ഛൻ ഓരോ പ്രസക്ത ഭാഗങ്ങൾ, ഓരോ പുസ്തകങ്ങളുടെ പ്രസക്ത ഭാഗങ്ങൾ എടുത്ത് വികാരിയച്ഛൻ ചോദ്യങ്ങൾ ഉണ്ടാക്കുന്നു. കുർബാനയ്ക്ക് ശേഷം എല്ലാവരെയും പള്ളിയിലിരുത്തി ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നു. ഉത്തരം വികാരിയച്ഛൻ തന്നെ പറഞ്ഞു കൊടുക്കുന്നു. 1800 പേരാണ് എടക്കുന്ന് ഇടവകയിൽ മറ്റന്നാൾ ലോഗോസ് പരീക്ഷ എഴുതാൻ പോകുന്നത്. അപ്പം ഞാനിത് പറയുമ്പോൾ, ഇങ്ങനെ ഒരുമിച്ച് ഒരു പ്രോഗ്രാമിന് വേണ്ടി ഒരുങ്ങുമ്പോൾ ആ പാരിഷിൻ്റെ, ഇടവകയുടെ കൂട്ടായ്മ, സ്നേഹം ഇതെല്ലാം അവിടെ പ്രകടമാണ്. നിങ്ങൾ ഈ പ്രോഗ്രാം ഇങ്ങനെ ഈ കോമ്പറ്റീഷൻസ് സ്കൂൾ ബേസ് ചെയ്ത് ഇത് നടക്കുമ്പോൾ നിങ്ങളുടെ സ്കൂളിൻ്റെ കൂട്ടായ്മ, സ്നേഹം, ഒരുമ ഇതെല്ലാം ഈ ഒരു ചെറിയ പ്രോഗ്രാമിലൂടെ, കോമ്പറ്റീഷനിലൂടെ വളരെ പ്രകടമാകുകയാണ്. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് പറയാം, കളിയിൽ, മത്സരത്തിൽ അറിവുണ്ട്, അനുഭവമുണ്ട്, നിഷേധാത്മക വികാരങ്ങളെ മറികടക്കാനുള്ള അവസരങ്ങളുണ്ട്. മത്സരം എന്ന് പറയുമ്പോൾ അതേക്കുറിച്ച് ഒരു വാക്കുകൂടി പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കോമ്പറ്റീഷൻ നടക്കുമ്പോൾ എനിക്ക്, ഞങ്ങൾക്ക് എന്നൊരു ചിന്ത നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുണ്ട്. എനിക്ക് വിജയിക്കണം, ഞങ്ങൾക്ക് വിജയിക്കണം. അതിൻ്റെ പിന്നിൽ ഒരല്പം സ്വാർത്ഥതയുമുണ്ട്. അതിൽ തെറ്റൊന്നുമില്ല. കാരണം നമ്മൾ വിജയിക്കാനാണ് പഠിച്ചൊരുങ്ങി വന്ന് പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നത്. യേശു ഒരു ഫുട്ബോൾ മത്സരത്തിൽ പങ്കെടുത്ത ഒരു കാര്യം കേട്ടിട്ടുണ്ട്. എ ഗ്രൂപ്പ് ഗോളടിച്ചപ്പോൾ യേശു കാണികൾക്കൊപ്പം ഇരുന്ന് കൈയടിച്ചു. ബി ഗ്രൂപ്പ് ഗോളടിച്ചപ്പോഴും യേശു കാണികൾക്കൊപ്പം ഇരുന്ന് കൈയടിച്ചു. അടുത്തിരുന്നവർ പതുക്കെ തോണ്ടി വിളിച്ചിട്ട് ചോദിച്ചു, താങ്കൾ ഏത് പാർട്ടിയുടെ കൂടെയാണ്? അപ്പോൾ ഒന്ന് ചിരിച്ചിട്ട് യേശു പറഞ്ഞു, ഐ ആം ഫോർ ബോത്ത് ദ പാർട്ടീസ്. ഞാൻ 2 പാർട്ടികൾക്കും വേണ്ടിയാണ്, ഞാൻ 2 പാർട്ടികളുടെയും കൂടെയാണെന്ന്. നമുക്കറിയാം, മത്സരത്തിൽ അത് സാധ്യമല്ല. ഏതെങ്കിലും ഒരു പാർട്ടിയുടെ കൂടെ നമുക്ക് നിൽക്കാൻ പറ്റുകയുള്ളൂ. പക്ഷെ നമുക്ക് യേശുവിൻ്റെ മനോഭാവം സ്വന്തമാക്കാം. കോമ്പറ്റീഷനിൽ ഇന്ന് രാവിലെ ഇവിടെ ക്വിസ് കോമ്പറ്റീഷൻ ആരംഭിച്ചപ്പോൾ, UP വിഭാഗത്തിൻ്റെ ക്വിസ് കോമ്പറ്റീഷൻ തുടങ്ങിയപ്പോൾ 9 ഗ്രൂപ്പിലും കുട്ടികൾ ഇങ്ങനെ 2 പേര് വന്നിരിക്കുന്നു. ആദ്യ റൗണ്ട് ചലഞ്ചിങ് ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോൾ ഒരു ഗ്രൂപ്പിന് മാത്രം ആദ്യ റൗണ്ടിൽ ഉത്തരം പറയാൻ പറ്റിയില്ല. അപ്പോൾ പുറകിലിരുന്നപ്പോൾ എൻ്റെ മനസ്സിൽ ഒരു ചിന്ത വന്നു. അപ്പോൾ ഇവിടെ അനൗൺസ്മെൻ്റ് ഉണ്ടായിരുന്നു, 2 റൗണ്ടിലെ ക്വസ്റ്റ്യൻസിന് ഉത്തരം പറഞ്ഞില്ലെങ്കിൽ ആ ഗ്രൂപ്പ് ഔട്ടാകുമെന്ന്. അപ്പോൾ ഈ കുട്ടികൾ ആദ്യത്തെ ഉത്തരം പറയാതെ ആയപ്പോൾ എൻ്റെ മനസ്സിൽ ഒരു വിഷമം തോന്നി. ദൈവമേ, ഈ കുഞ്ഞുങ്ങൾ വന്നിട്ട് അവർ ആദ്യത്തെ 2 റൗണ്ടിൽ തന്നെ പുറത്തായി പോകുമോ എന്ന് ഒരു ചിന്ത വന്നു. പക്ഷേ ഞാൻ പിന്നീട് അറിയുകയുണ്ടായി, ആ കുട്ടികൾക്കാണ് പിന്നെ സമ്മാനം കിട്ടിയിട്ടുണ്ട് എന്ന് മനസ്സിലായി. അപ്പം നമുക്കങ്ങനെ ഫീൽ ചെയ്യുന്നത് നമ്മുടെ ഉള്ളിൽ മനുഷ്യത്വമുള്ളത് കൊണ്ടാണ്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, കോമ്പറ്റീഷനിൽ നമ്മൾ വിജയിക്കാൻ നമ്മൾ ശ്രമിക്കുമ്പോഴും മറ്റുള്ളവരെ കുറിച്ചുള്ള ഒരു ചിന്ത നമ്മുടെ മനോഭാവത്തിലെങ്കിലും മറ്റുള്ളവരെ കുറിച്ച് ഒരു ചിന്ത നമുക്ക് അത്യന്താപേക്ഷിതമാണ്. ഈ ഡിഫറൻ്റ്ലി ഏബിൾഡ് കുട്ടികളുടെ ഒരു ഓട്ട മത്സരം നമ്മളെല്ലാവരും അതിൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ട്. കുട്ടികൾ ഒന്നിച്ചു ഓടുന്നു, ഒരു കുട്ടി നിലത്ത് വീഴുന്നു, മുന്നോട്ട് ഓടിയ കുട്ടികളെല്ലാം പുറകോട്ട് തിരിഞ്ഞു വരുന്നു, വീണ് കിടക്കുന്ന കുട്ടിയെ കൈപിടിച്ച് എഴുന്നേൽപ്പിക്കുന്നു, കരം കോർത്ത് കുട്ടികളെല്ലാവരും ഫിനിഷിംഗ് പോയിന്റിലേക്ക് ഒന്നിച്ച് ഓടുന്നു. അത് കണ്ട കാണികളെല്ലാവരും സ്റ്റാൻഡിങ് ഒവേഷൻ കൊടുത്തു എന്നാണ് പറയുന്നത്. അപ്പം അതും മത്സരം നമുക്ക് തരുന്ന ഒരു പാഠമാണ്. വീണവനെ എഴുന്നേൽപ്പിച്ച് അവനോട് കരം ചേർത്ത് ഓടുക, കൈകോർത്ത് നിൽക്കുക എന്നതാണ്. അങ്ങനെ നമുക്ക് ഓരോരുത്തർക്കും മനോഭാവത്തിൽ വളരാനാകട്ടെ, നമ്മുടെ സ്ഥാപനങ്ങൾക്ക് അങ്ങനെ വളരാനാകട്ടെ, നമ്മുടെ കുട്ടികൾക്ക് അങ്ങനെ വളരാനാകട്ടെ.
അത് നല്ലൊരു കേരളത്തെ, നല്ലൊരു ഇന്ത്യയെ, നല്ലൊരു ലോകത്തെ വാർത്തെടുക്കുമെന്നതിൽ സംശയമില്ല. കാരണം വിദ്യാഭ്യാസത്തിൻ്റെ, കലയുടെ, സാഹിത്യത്തിൻ്റെ ഏക ലക്ഷ്യം മനുഷ്യൻ്റെ നന്മയാണ്. മനുഷ്യൻ്റെ നന്മ മാത്രമാണ്. ഇന്നത്തെ ഈ പ്രോഗ്രാമിന് വേണ്ടി ഒരു വചന സന്ദേശം ആഗ്രഹിച്ച് ഞാൻ വിശുദ്ധ ഗ്രന്ഥം ബൈബിൾ തുറന്നു. അപ്പോൾ എനിക്ക് കിട്ടിയ വചനം പൗലോസ് ശ്ലീഹ കൊളോസോസുകാർക്ക് എഴുതിയ 3-ാമത്തെ ലേഖനം 3-ാമത്തെ അധ്യായം 14-ാമത്തെ തിരുവചനമാണ്. അതിതാണ്: സർവോപരി എല്ലാറ്റിനെയും കൂട്ടിയിണക്കി പരിപൂർണമായ ഐക്യത്തിൽ ബന്ധിക്കുന്ന സ്നേഹം പരിശീലിക്കുവിൻ. സർവോപരി എല്ലാറ്റിനെയും കൂട്ടിയിണക്കി പരിപൂർണമായ ഐക്യത്തിൽ ബന്ധിക്കുന്ന സ്നേഹം പരിശീലിക്കുവിൻ. സ്നേഹം പരിശീലിക്കാൻ നമ്മുടെ വിദ്യാലയങ്ങൾക്ക്, വിദ്യാർത്ഥികൾക്ക്, അധ്യാപകർക്ക്, സിസ്റ്റേഴ്സിന്, നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ. സ്നേഹം പരിശീലിക്കാനുള്ളൊരു മത്സരം നമുക്കെല്ലാവർക്കും അനുദിനം നടത്തേണ്ടതുണ്ട്. അതാണ് എല്ലാ മത്സരങ്ങളുടെയും മുൻപന്തിയിൽ നിൽക്കുന്ന ഏറ്റവും ഉയർന്ന മത്സരം. ഈ സ്നേഹം പരിശീലിക്കുന്ന മത്സരത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും 1-ാം സ്ഥാനം ലഭിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ അവാർഡ് ദാന പ്രോഗ്രാമിൻ്റെ ഉദ്ഘാടന സന്ദേശം ഞാൻ കൺക്ലൂഡ് ചെയ്യുന്നു. CMC മേരിമാത പ്രോവിൻസിന്റെ വിഗർ പ്രൊവിൻഷ്യൽ ബഹുമാനപ്പെട്ട സിസ്റ്റർ മെറീനയെ അധ്യക്ഷ പ്രസംഗത്തിനായി ക്ഷണിക്കുന്നു. ഇവിടെ നിന്ന് നിങ്ങളുടെ മുഖത്തേക്ക് ഒന്ന് കണ്ണോടിച്ചപ്പോൾ എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ മുഖത്തൊക്കെ വിജയത്തിൻ്റെ തിളക്കമുണ്ട്, ആനന്ദത്തിൻ്റെ ആന്തോളനമുണ്ട്. എല്ലാവർക്കും സന്തോഷം പകരുന്ന ഒരു നിമിഷത്തിലാണ് നാം ഇപ്പോൾ. പ്രൊവിൻഷ്യാളമ്മ ഇവിടെ പറഞ്ഞതുപോലെ വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യം എന്താണെന്ന് അമ്മ വളരെ വ്യക്തമായി പറഞ്ഞു. മേരിമാത മീഡിയയുടെ നേതൃത്വത്തിൽ വിവിധ തലങ്ങളിലുള്ള മത്സരങ്ങൾ നടത്തി വിജയികളായവരാണ് മിക്കവരും എൻ്റെ മുമ്പിൽ ഇരിക്കുക. അവരുടെ ദീർഘനാളത്തെ അധ്വാനത്തിൻ്റെ ഫലമാണ് നാം ഇവിടെ കാണുക. വിജയികളായ എല്ലാവർക്കും, ഞങ്ങളിവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ പ്രത്യേകം അഭിനന്ദനങ്ങൾ അർപ്പിക്കട്ടെ. ആദ്യം തന്നെ winners are not doing different things, but they are doing things differently. വിജയികളായവർ വ്യത്യസ്ത കാര്യങ്ങൾ ചെയ്യുന്നവരല്ല, പിന്നെയോ അവർ ചെയ്യുന്ന സാധാരണ കാര്യങ്ങൾ വ്യത്യസ്തമായ രീതിയിൽ ചെയ്യുന്നവരാണ്. അതിൻ്റെ പിന്നിൽ ഒരു ഇച്ഛാശക്തിയുണ്ട്, നേടിയെടുക്കാനുള്ള ഒരു ഇച്ഛാശക്തിയുണ്ട്, ഒരു അധ്വാനശീലമുണ്ട്, ഒരു പരിശീലനമുണ്ട്. അത് തന്നെ നിയന്ത്രിച്ചുകൊണ്ടുള്ളൊരു പരിശീലനം, തൻ്റെ ഇഷ്ടങ്ങൾക്കെതിരായി തന്നെ വിധേയപ്പെട്ട് പരിശീലിക്കുന്ന ഒരു പ്രവൃത്തിയുണ്ട്. നിങ്ങൾ കേട്ട് കാണും നെപ്പോളിയൻ ബോണപ്പാർട്ട് ചക്രവർത്തിയെക്കുറിച്ച്. നെപ്പോളിയൻ ഒരു 11 വയസ്സായപ്പോൾ സ്കൂളിൽ പോകുന്ന വഴി ഒരു കൈനോട്ടക്കാരന് വഴിയരിയിൽ ഇരിക്കുന്നത് കണ്ടു. ആ കൈനോട്ടക്കാരൻ്റെ അടുത്തേക്ക് നെപ്പോളിയൻ ചെന്ന് കൈ കാണിച്ചു കൊടുത്തിട്ട് ചോദിച്ചു, എനിക്ക് ചക്രവർത്തിയാകാനുള്ള ഭാവിയുണ്ടോയെന്നൊന്ന് പറയാമോ എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം ആ കുഞ്ഞി കൈകൾ നോക്കിയിട്ട് പറഞ്ഞു, ചക്രവർത്തിയാകാനുള്ള ഭാവിയൊന്നും കുട്ടിക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നെപ്പോളിയൻ വീണ്ടും ഇച്ചിരിയാണ് നീങ്ങിപ്പോയിട്ട് ഒരു ചെറിയ കമ്പെടുത്ത് കയ്യിൽ ഇങ്ങനെ കരകുരാന്ന് വരച്ച് തിരിച്ചു വന്നു. എന്നിട്ട് വീണ്ടും ചോദിച്ചു, എനിക്ക് ചക്രവർത്തിയാവാനുള്ള ഭാവിയുണ്ടോയെന്ന് ഒന്നുകൂടി നോക്കാമോ എന്ന് ചോദിച്ചു. അപ്പോൾ നോക്കിയപ്പോൾ കൈനോട്ടക്കാരൻ പറഞ്ഞു, ഇല്ല, ചക്രവർത്തിയാവാനുള്ള ഭാവിയില്ല, പക്ഷേ നിനക്ക് ചക്രവർത്തിയാകാനുള്ള ഇച്ഛാശക്തി ഉണ്ടെന്ന് പറഞ്ഞു. അത് കേട്ട നെപ്പോളിയൻ ബോണപ്പാർട്ട് തൻ്റെ ഇച്ഛാശക്തി വളർത്തി
ഒരു ചക്രവർത്തി പദത്തിലെത്തി. എല്ലാ മനുഷ്യരിലുമുണ്ട് ഈ ഇച്ഛാശക്തി. നമ്മൾ ഓരോരുത്തരിലും ദൈവം നമ്മെ സൃഷ്ടിച്ചപ്പോൾ ധാരാളം കഴിവുകൾ നൽകിയാണ് നമ്മെ ഈ ലോകത്തിലേക്ക് വിട്ടത്. അത് സമയാസമയങ്ങളിൽ കണ്ടെത്തി വളർത്തുക എന്നതാണ് നമ്മുടെ കർത്തവ്യം. അങ്ങനെ കഴിവുകൾ കണ്ടെത്തി വളർത്തി വിജയികളായവരാണ് എൻ്റെ മുൻപിലിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും. ഈ കലാപരമായ കഴിവുകൾ മാത്രമല്ല, പല തലങ്ങളിലും വിജയിക്കാനുള്ള കഴിവ് നിങ്ങളിൽ നിക്ഷിപ്തമായിട്ടുണ്ട്. അത് നിങ്ങളുടെ ഇച്ഛാശക്തി ഉണർത്തി ആ തലങ്ങളിലേക്ക് ഉയരാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ഞാൻ ഈ തരുണത്തിൽ ആശംസിക്കുകയാണ്. ഇതിൻ്റെ പിന്നിൽ അധ്വാനത്തിൻ്റെ കരങ്ങളുണ്ട്. അധ്യാപകർ നിങ്ങൾ ഒരുപാട് പരിശീലിപ്പിച്ചിട്ടുണ്ടാവും. നിങ്ങളെ ഈ വഴിയിൽ നല്ല നിലയിൽ വിജയം കരസ്ഥമാക്കാൻ പരിശീലിപ്പിച്ച അധ്യാപകരെയും പ്രധാനാധ്യാപകരെയും ഞാൻ പ്രത്യേകം ഈ തരുണത്തിൽ അനുസ്മരിക്കുന്നു, അനുമോദിക്കുന്നു. ഒരിക്കൽ കൂടി നിങ്ങളുടെ ഇച്ഛാശക്തിയെ വളർത്ത് നിങ്ങളുടെ എല്ലാ തലങ്ങളിലും നിങ്ങളുടെ ജീവിതത്തിൽ വിജയം കൈവരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി. ഈ ഒരു അവസരത്തിൽ ആശംസകൾ അർപ്പിച്ച് സംസാരിക്കാനായി മേരിമാത പ്രോവിൻസിന്റെ ഫിനാൻസ് ആൻഡ് മിഷൻ കൗൺസിലർ സിസ്റ്റർ പവിത്രയെ ഏറെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. നിറഞ്ഞ സന്തോഷത്തോടെയാണ് നാം എല്ലാവരും ഇവിടെ ഒന്നു ചേർന്നിരിക്കുന്നത്. നമ്മുടെ കുട്ടികളുടെ നന്മയും വളർച്ചയും ലക്ഷ്യമാക്കി മേരിമാത പ്രോവിൻസ് വിവിധ തലങ്ങളിൽ നടത്തിയ ഏതാനും മത്സരങ്ങളിൽ പങ്കെടുത്ത് വിജയികളായതിൻ്റെ ഏറെ നിറഞ്ഞ സംതൃപ്തിയോടുകൂടെ ഇവിടെ ആയിരിക്കുന്ന മിടുക്കികളും മിടുക്കന്മാരുമായ കൊച്ചുമക്കളാണ് ഇന്നത്തെ ഇവിടുത്തെ താരങ്ങൾ. ഇവരുടെ അനേക ദിവസത്തെ കഠിനാധ്വാനത്തിൻ്റെയും കാത്തിരിപ്പിൻ്റെയും കാത്തിരിപ്പിന് ശേഷം വിജയം ആഘോഷിക്കാനായി വന്നിരിക്കുന്ന ഒരു സുദിനമാണിന്ന്. തീർച്ചയായിട്ടും രാവിലെ മുതൽ നമ്മുടെ ഈ ഭവനത്തിൽ ഒരു ഉത്സവത്തിൻ്റെ പ്രതീതിയായിരുന്നു. പതിവിൽ നിന്ന് വ്യത്യസ്തമായി കൊച്ചുമക്കൾ ഓടി നടന്ന് സന്തോഷം പങ്കിടുന്ന നിമിഷങ്ങൾ. ഈ അവസരത്തിൽ വിജയികളായി അവാർഡുകൾ ഏറ്റുവാങ്ങുവാൻ എത്തിയിരിക്കുന്ന എല്ലാ കൊച്ചുമക്കൾക്കും ഞങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ ഞാൻ ആശംസിക്കുകയാണ്. പ്രിയ കുട്ടികളെ, ഒരു മത്സരം എന്ന് പറയുമ്പോൾ നമ്മുടെയൊക്കെ ആഗ്രഹം എന്താ? തീർച്ചയായിട്ടും ഏത് സ്ഥാനം കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നത്? ഒന്നാം സ്ഥാനം നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നതാണ്. എല്ലാവർക്കും ഒന്നാം സ്ഥാനം കിട്ടുമോ? ഒരിക്കലും അത് കിട്ടില്ല. ഒന്നിലേറെ ടീമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും 1, 2, 3, 4 സ്ഥലങ്ങളിലേക്കൊക്കെ ആരെങ്കിലുമൊക്കെ മാറേണ്ടതായിട്ട് വരും എന്ന് വിചാരിച്ച് അത് നിങ്ങളുടെ പ്രകടനം തീർത്തും മോശമായിട്ട് സംഭവിച്ചതാണോ? അല്ല. എന്തെങ്കിലുമൊക്കെ ചെറിയ പാകപ്പിഴകൾ വന്നതിൻ്റെ പേരിൽ നമ്മൾ ഒന്ന് സ്ഥാനം മാറേണ്ടതായിട്ട് വന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ അങ്ങനെ സ്ഥാനം മാറി ഒന്നാം സ്ഥാനത്ത് എത്തിയില്ല എന്ന് വിചാരിച്ച് വിഷമിച്ചിരിക്കുന്നുണ്ടോ ആരെങ്കിലും? തീർച്ചയായിട്ടും അത് വേണ്ട. എപ്പോഴും നമ്മൾ ഓർക്കണം, തോൽവി എന്തിൻ്റെ അടയാള? വിജയത്തിൻ്റെ മുന്നോടിയാണ്. അപ്പം നിങ്ങൾക്ക് ഇനിയും വളരാനുള്ള അവസരമാണ് ഈ ചെറിയ കുറവുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എന്ന് വിചാരിച്ച് ഏറെ സന്തോഷത്തോടെ എന്താണോ നമുക്ക് കിട്ടിയിരിക്കുന്ന സ്ഥാനം അതിൽ നമ്മൾ അഭിമാനം കൊള്ളണം. എന്നിട്ട് അടുത്ത വേദിയിൽ കുറേ കൂടി മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെക്കാനായിട്ട് നമ്മുടെ ഭാഗത്തു നിന്നുള്ള വലിയ ഒരു പരിശ്രമം ഉണ്ടാകണം, വേണ്ടേ? അങ്ങനെ നിങ്ങൾ വളർച്ചയിൽ നിന്ന് വളർച്ചയിലേക്ക് നീങ്ങുകയാണ് വേണ്ടത് എന്നുള്ള വലിയ ഒരു സന്തോഷത്തിൻ്റെ അനുഭവത്തിൽ വേണം ഇന്ന് ഇവിടെ നിന്ന് നിങ്ങൾ പോകാനായിട്ട്. ഇനി നിങ്ങളെക്കുറിച്ച് പറയുമ്പോൾ വാസ്തവത്തിൽ കുട്ടികളുടെ സമഗ്ര വികസനം പ്രിൻസിലമ്മ തുടക്കത്തിൽ പറഞ്ഞു വെച്ചു. അതാണ്
ഇന്നത്തെ ഈ പ്രോഗ്രാമിൻ്റെയൊക്കെ പുറകിൽ നിൽക്കുന്ന വലിയ ലക്ഷ്യം. അപ്പോൾ സമഗ്ര വികസനം ലക്ഷ്യം വെച്ചുകൊണ്ട് നടത്തിയ വിവിധ മത്സരങ്ങൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുന്നതിൽ നമ്മുടെ പ്രിയപ്പെട്ട പ്രൊവിൻഷ്യൽ അമ്മയുടെ ദീർഘവീക്ഷണവും അതുപോലെ മാർഗനിർദ്ദേശങ്ങളും വലിയ ഒരു മുതൽക്കൂട്ടായിട്ടാണ് ഞാൻ കാണുന്നത്. ഒപ്പം ഇന്നത്തെ പരിപാടികൾ ഇത്ര മനോഹരമായിട്ട് ഇവിടെ ക്രമീകരിക്കുവാൻ നമ്മളുടെ എഡ്യൂക്കേഷൻ കൗൺസിലർ, കുട്ടികളെല്ലാവരും തന്നെ സിസ്റ്ററിനെ അറിയായിരിക്കും. സിസ്റ്റർ ആനി ജോയ് അറിയില്ലേ? സ്കൂളിൽ വരാറില്ലേ? നിങ്ങളെയൊക്കെ കാണാറില്ലേ? സിസ്റ്ററിൻ്റെയും അതുപോലെ തന്നെ വിശ്വാസ രൂപീകരണം, മാസ് മീഡിയ തുടങ്ങിയ തലങ്ങളിൽ നേതൃത്വ നിരയിൽ നിന്ന് പ്രവർത്തിക്കുന്ന സിസ്റ്റർ ജീവയുടെയും കഠിനാധ്വാനം നമ്മൾ വളരെ അഭിമാനപൂർവ്വം കാണേണ്ട ഒരു കാര്യമാണ്. അതോടൊപ്പം അവരോട് സഹകരിച്ച് പ്രവർത്തിച്ച ടീം അംഗങ്ങളുണ്ട്. ഇവരുടെയൊക്കെ ഈ രാപകലില്ലാത്ത അധ്വാനം തീർച്ചയായിട്ടും ഒത്തിരി പ്രശംസ അർഹിക്കുന്നതാണ്. ഇന്നത്തെ ഈ പരിപാടികളെല്ലാം ഇത്ര മനോഹരമാക്കിയതിൻ്റെ പിന്നിൽ ഇവരുടെ കരുത്തുറ്റ കരങ്ങളാണ് എന്നതിൽ നമുക്ക് അഭിമാനിക്കാം. ഈ അവസരത്തിൽ സ്നേഹമുള്ളവരെ, എല്ലാവരുടെയും പേരിൽ സിസ്റ്റർ മദർ പ്രൊവിൻഷ്യൽ അമ്മയ്ക്കും സിസ്റ്റർ ആനി ജോയ്ക്കും സിസ്റ്റർ ജീവയ്ക്കും ഇവരോട് സഹകരിച്ച് പ്രവർത്തിച്ച എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ ഞാൻ അറിയിക്കുകയാണ്. കൂടാതെ നമുക്കറിയാം, കുട്ടികൾ ഇന്ന് ഇവിടെ ഈ നിലയിൽ അവാർഡുകൾ സ്വീകരിക്കാൻ സന്നദ്ധരായി ഇരിക്കുമ്പോൾ ഇവരെ ഒരുക്കിയ, ഇവരുടെ പിന്നിൽ ഇവരെ സഹായിച്ച, ഇവിടേക്ക് കടന്നു വരുവാൻ തക്ക രീതിയിൽ ഇവരെ തയ്യാറാക്കിയ വലിയൊരു സമൂഹമുണ്ട്. ഇവരുടെ മാതാപിതാക്കൾ, ടീച്ചേഴ്സ്, ഹെഡ്മിസ്ട്രസ്മാർ എല്ലാവരുടെയും ദീർഘകാലത്തെ കഠിനാധ്വാനത്തിൻ്റെ ഫലമായിട്ടാണ് ഈ കൊച്ചുമക്കളൊക്കെ ഇന്ന് സമ്മാനം വാങ്ങാനായിട്ട് ഇവിടെ ഒരുങ്ങി നിൽക്കുന്നത്. ഈ അവസരത്തിൽ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും, ടീച്ചേഴ്സിനും ഹെഡ്മിസ്ട്രസ്മാർക്കും പേരൻസിനുമെല്ലാം എൻ്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ ഞാൻ അറിയിക്കുകയാണ്. കുട്ടികളോടൊരു വാക്കുകൂടി ഞാൻ പറയുകയാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇനിയും ഏറെ വേദികളുണ്ട്. ഇത് തുടക്കമാണെന്ന് നിങ്ങൾ വിചാരിക്കണം. ആ വേദികളിലെല്ലാം കുറെ കൂടി മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെക്കുവാൻ നിങ്ങളെ ആത്മാർത്ഥമായ പരിശ്രമം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഒപ്പം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. താങ്ക് യു. അടുത്തതായി ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്നതിനായി പ്രോവിൻസിന്റെ സോഷ്യൽ വർക്ക് കൗൺസിലർ ബഹുമാനപ്പെട്ട സിസ്റ്റർ ദയാ മരിയയെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. ആദ്യമേ തന്നെ ഇന്നത്തെ ഈ ദിനത്തിൻ്റെ നന്മ നിറഞ്ഞ ഓർമ്മകളും ആശംസകളും വിജയികളായിട്ടുള്ള എല്ലാവർക്കും അഭിനന്ദനങ്ങളും നേരുകയാണ്. വിശ്വപ്രസിദ്ധ ബ്രിട്ടീഷ് നോവലിസ്റ്റ് പൗലോ കൊയ്ലോയുടെ വാക്കുകൾ കടമെടുത്തുകൊണ്ട് പറയട്ടെ, നാം ഒരു കാര്യം ചെയ്യണമെന്ന് ആഗ്രഹിച്ചാൽ ഈ ലോകം മുഴുവനും നമ്മുടെ സഹായത്തിനെത്തും. നമുക്കറിയാം, ഈ ദിനങ്ങളിൽ നിങ്ങൾ നേടിയ പല മത്സരങ്ങളിലായി നിങ്ങൾ നേടിയെടുത്ത ഈ വിജയത്തിൻ്റെ പിന്നിൽ ഒത്തിരിയേറെ പേരുടെ കരുതലും സ്നേഹവും വാത്സല്യവും പരിഗണനയും സർവോപരി പ്രാർത്ഥനയുമുണ്ട്. അത് ഒരു പക്ഷേ നമ്മുടെ അധ്യാപകരായിരിക്കാം, നമ്മുടെ മാതാപിതാക്കളായിരിക്കാം, നമ്മെ പഠിപ്പിച്ചൊരുക്കിയ അധ്യാപകരായിരിക്കാം, നമ്മുടെ സഹപാഠികളായിരിക്കാം, പിന്നെ നമുക്ക് വേണ്ടി അധ്വാനിച്ച മറ്റ് സഹോദരങ്ങളായിരിക്കാം. ഇവരുടെയൊക്കെ കഠിനാധ്വാനത്തിൻ്റെയും ഒപ്പം നിങ്ങളുടെ കഠിനാധ്വാനത്തിൻ്റെയും സ്ഥിര പരിശ്രമത്തിൻ്റെയും ഫലമാണ് നിങ്ങൾ നേടിയ ഈ വിജയം. നമുക്കറിയാം, ആത്മവിശ്വാസവും ഈശ്വരവിശ്വാസവും കഠിനാധ്വാനവും സ്ഥിര പരിശ്രമവും ഇച്ഛാശക്തിയും ഉണ്ടെങ്കിൽ നേടിയെടുക്കാൻ പറ്റാത്തതായി ഈ ലോകത്ത് ഒന്നും തന്നെയില്ല. ഈ പഠനത്തോടൊപ്പം തന്നെ പാഠ്യേതര പ്രവർത്തനങ്ങളിലും മികവ് പുലർത്തുമ്പോഴാണ് നമ്മുടെ വിദ്യാഭ്യാസം അർത്ഥപൂർണമായി തീരുക. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു, ഇനിയും നിങ്ങൾക്ക് ഇതുപോലെ ഒത്തിരിയേറെ വേദികളും അവസരങ്ങളും ഒക്കെ ഉണ്ടാകും നിങ്ങളുടെ സർഗവാസനകൾ വളർത്തിയെടുക്കുവാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്ന ഈ അവസരങ്ങളോടും സാഹചര്യങ്ങളോടും ഒക്കെ ക്രിയാത്മകമായി പങ്കെടുത്ത് വിജയത്തിൻ്റെ ഉന്നത സോപാനത്തിലേക്ക് ഉയരുവാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ എന്ന് ഈ തരുണത്തിൽ ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. ഈ പരിപാടി ഇത്രയും മനോഹരമാക്കുവാനായിട്ട് ഇവിടെ യത്നിച്ച ഓരോരുത്തർക്കും ഏറെ അഭിനന്ദനങ്ങളും
പ്രാർത്ഥനയും നേരുന്നു. ഒപ്പം ഇതിൽ പങ്കെടുത്ത നിങ്ങളെ ഓരോരുത്തരെയും ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ട് ഏറ്റവും സ്നേഹപൂർവ്വം നിർത്തുന്നു. നന്ദി. Short Film Fest 2023. The first prize goes to the short film The Bora, presented by Jnanodaya Central School, Chengal. Now, the second prize goes to the short film Year, presented by St. Joseph HSS Karuguti. Now, the third prize goes to the short film Miles to Go, presented by Sinod Jose, Christ College, Irinjalakuda. Action Song Competition 2023. ആദ്യം HSS കാറ്റഗറിയാണ്. HSS കാറ്റഗറിയിൽ ഫസ്റ്റ് പ്രൈസ് നേടിയിരിക്കുന്നത് സെയിന്റ് ജോസഫ് GHS ചെങ്ങൽ. Prize goes to St. Joseph HSS Karuguti. Action Song Competition 2023 HSS വിഭാഗത്തിന്റെ തേർഡ് പ്രൈസ് ലഭിച്ചിരിക്കുന്നത് സാന്തോം സെൻട്രൽ സ്കൂൾ മുക്കനൂർ. ആക്ഷൻ സോങ് കോമ്പറ്റീഷന്റെ UP വിഭാഗത്തിന്റെ സമ്മാനങ്ങളാണ് അനൗൺസ് ചെയ്യുന്നത്. The first prize goes to Now, Action Song Competitionന്റെ UP വിഭാഗത്തിന്റെ സെക്കൻഡ് പ്രൈസ് goes to St. Joseph GHS Karuguti. Prize goes to St. Joseph's GHS Chengal. ഇനി LP വിഭാഗത്തിന്റെ ആക്ഷൻ സോങ് കോമ്പറ്റീഷന്റെ മത്സര ഫലങ്ങളാണ് ഇനി അനൗൺസ് ചെയ്യുന്നത്. The first prize goes to St. Joseph GHS Chengal.
LP Vibhagam Action Song Competition second prize goes to St. Joseph's LPS Karagutti North. LP Vibhagam Action Song Competition day third prize goes to St. Teresa's UP School Karimalu. ഇനി അടുത്തത് ആക്ഷൻ സോങ് 2023യുടെ കൺസോലേഷൻ പ്രൈസ് സെയിന്റ് ജോസഫ് CGHS കാഞ്ഞൂർ. OLPH UPS എടക്കുന്ന് UP വിഭാഗം. Vibhagam consolation prize goes to St. Joseph CGHS Kanyu. UP Vibhagam goes to Santom Central School Mookanur. Bibia Santita Mega Quiz 2K23യുടെ മത്സര ഫലങ്ങളാണ് അനൗൺസ് ചെയ്യുന്നത്. ആദ്യം UP സെക്ഷൻ. UP സെക്ഷന്റെ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നത് ടീം ഗിഫ്റ്റ് ഓഫ് പൈറ്റി സെയിന്റ് ജോസഫ് GHS ചെങ്ങൽ. ലിസ റെന്നി, അനിറ്റ ജോമോൻ. Competition second prize goes to the group Gift of Knowledge, team Gift of Knowledge from Sandom Central School Mookanur. Aniya Poli, Riona Raju. Goes to the team Gift of Miracles from OLPH UPS Edakunna. Cyril Joby, Anaya Nixon. Bibia Santita Megakus 2K23 High School section Sammanam. The first prize goes to team Gift of Faith from St. Joseph GHS Chengal. Elsa Rennie, Renu Rose Joni. Second prize goes to team Gift of Knowledge from St. Joseph's GHS Kanyu, Angel Maria Xavier and Alvina Vichu. മൂന്നാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നത് ടീം ഗിഫ്റ്റ് ഓഫ് മിറക്കിൾസ് ആണ് ഫ്രം സാന്തോം സെൻട്രൽ സ്കൂൾ മൂക്കന്നൂർ. ആൻ മരിയ മാടശ്ശേരി ആൻഡ് നെവിൻ ജോബി.
വിഭാഗങ്ങളുടെ സമ്മാനമാണ് അനൗൺസ് ചെയ്യുന്നത്. The first prize goes to Team Gift of Piety from Sneha Sadan D.Ed Angamali. The prize goes to Sister Soumya Grace CMC and Sister Binsi CSC. The second prize goes to Team Gift of Knowledge from St. Joseph's TTI Karagutti. Award winners Mary Sonia MJ and Sister Meenu Joy CMC. Third prize goes to the Team Gift of Wisdom from Jnanodaya Central School, Chengal. Isabel Xavier and Apriya Bichu. Pipia Santita Mega Q 2K23 ഇൻസ്റ്റിറ്റ്യൂഷൻ ലെവൽ പ്രൈസ് ആണ് അടുത്തായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. യു പി സെക്ഷനിൽ the first prize goes to St. Joseph's GHS Chengal. യു പി സെക്ഷനിൽ ലഭിച്ചിരിക്കുന്നത് സാന്തോം സെൻട്രൽ സ്കൂൾ മൂക്കന്നൂർ. The third prize goes to OLPH UPS എടക്കുന്ന്. ഹൈസ്കൂൾ വിഭാഗം the first prize goes to ഹൈസ്കൂൾ വിഭാഗം second prize goes to St. Joseph's GHS Kanyur. ഹൈസ്കൂൾ വിഭാഗം third prize goes to Sandom Central School Mukanur. ഹയർ സെക്കൻഡറി TTC D.Ed B.Ed വിഭാഗത്തില് the first prize goes to Sneha Sadan D.Ed Angamali. The second prize goes to St. Joseph's TTI Karagutti. The third prize goes to Jnanodaya Central School, Chengal. High School Vibhagam Consolation Prize goes to Jnanodaya Central School, Chengal. Angelina Sebastian and Agnes Saju. നന്ദി പറയുന്നതിന് വേണ്ടിയിട്ട് എഡ്യൂക്കേഷണൽ കൗൺസിലർ സിസ്റ്റർ ആനി ജോയെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. സ്നേഹബഹുമാനപ്പെട്ട പ്രൊവിൻഷ്യലമ്മേ, പ്രിയ കൗൺസിലർ സിസ്റ്റേഴ്സ്, സ്നേഹം നിറഞ്ഞ ഹെഡ് മിസ്ട്രസ്മാരെ, പ്രിയ അധ്യാപക അനധ്യാപക സുഹൃത്തുക്കളെ, പ്രിയ സിസ്റ്റേഴ്സ്, പ്രിയ സഹോദരി സഹോദരന്മാരെ, ഓരോ വിദ്യാലയങ്ങളിൽ നിന്നും പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ട് ഇവിടെ വന്നിരിക്കുന്ന മിന്നും താരങ്ങളായ പ്രിയ വിദ്യാർത്ഥിനികളെ, വളരെ സന്തോഷമുണ്ട് ഇവിടെ നിൽക്കുമ്പോൾ. സമ്മാനത്തിൻ്റെ ഉള്ളിലായിട്ട് കൊച്ചുമക്കളെയൊന്നും കാണാനില്ല, എല്ലാവരും സമ്മാനം കൊണ്ട് മൂടിയിരിക്കുകയാണെന്ന് തോന്നുന്നു. അപ്പോൾ എല്ലാവർക്കും ആദ്യമേ തന്നെ പ്രത്യേകം അഭിനന്ദനങ്ങൾ അർപ്പിക്കുകയാണ്.
പ്രൊവിൻഷ്യലമ്മ പറഞ്ഞതുപോലെ CMC മേരിമാത പ്രോവിൻസ് തങ്ങളുടെ വിദ്യാർത്ഥികളുടെ സമഗ്ര വളർച്ചയ്ക്ക് വേണ്ടി അതും മാത്രം ലക്ഷ്യം വെച്ച് പാഠ്യ വിഷയങ്ങളോടൊപ്പം പാഠ്യേതര പ്രവർത്തനങ്ങൾക്കും പ്രാധാന്യം നൽകി വരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ നടന്ന ടെലിഫിലിം കോമ്പറ്റീഷനും ആക്ഷൻ സോങ് കോമ്പറ്റീഷനും അതുപോലെ തന്നെ ക്വിസ് കോമ്പറ്റീഷനുമെല്ലാം. ഈ മത്സരങ്ങൾക്കെല്ലാം ഉന്നത വിജയം നേടിയ എല്ലാവരെയും അനുമോദിക്കുന്ന സുന്ദരമായ ഒരു സായാഹ്നത്തിലാണ് നാം ഇവിടെ ആയിരിക്കുന്നത്. വിദ്യാർത്ഥികളുടെ സർവതോമുഖമായ വളർച്ചയ്ക്ക് സഹായകമായ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കാൻ എല്ലാവിധ പ്രോത്സാഹനങ്ങളും മാർഗനിർദ്ദേശങ്ങളും സഹായങ്ങളും നൽകാൻ സദാ സന്നദ്ധമായ ഒരു മനസ്സാണ് നമ്മുടെ പ്രൊവിൻഷ്യലമ്മയുടേത്. ഈ യോഗത്തിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച് പ്രചോദനാത്മകമായ വാക്കുകളാൽ നമ്മെ ധന്യരാക്കിയ പ്രൊവിൻഷ്യലമ്മയ്ക്ക് ഏറെ സ്നേഹത്തോടെ നന്ദി പറയുന്നു. ഈ യോഗത്തിൻ്റെ അധ്യക്ഷപദം അലങ്കരിക്കുന്നത് മേരിമാത പ്രോവിൻസിൻ്റെ വിക്കർ പ്രൊവിൻഷ്യൽ സിസ്റ്റർ മെറീനയാണ്. തൻ്റെ സ്വതസിദ്ധമായ ശൈലിയിലൂടെ കഥയിലൂടെയും മറ്റുമൊക്കെ നല്ല പ്രചോദനാത്മകമായ വാക്കുകൾ നൽകി ഈ സദസ്സിനെ അനുഗ്രഹിച്ച സിസ്റ്റർ മെറീനയ്ക്ക് ഏറ്റവും സ്നേഹത്തോടെ നന്ദി പറയുന്നു. ഈ സമ്മേളനത്തിൽ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ച CMC മേരിമാത പ്രോവിൻസിൻ്റെ ഫിനാൻസ് ആൻഡ് മിഷൻ കൗൺസിലർ സിസ്റ്റർ പവിത്രയ്ക്കും സോഷ്യൽ വർക്ക് കൗൺസിലർ സിസ്റ്റർ ദയമരിയയ്ക്കും നിങ്ങളുടെ സാന്നിധ്യത്തിനും പ്രോത്സാഹജനകമായ വാക്കുകൾക്കും ഒരുപാട് നന്ദി. ഇന്നത്തെ സമ്മേളനത്തിൽ ഏവർക്കും സ്വാഗതം ആശംസിച്ച ഫെയ്ത്ത് ഫോർമേഷൻ ആൻഡ് മീഡിയ കൗൺസിലർ സിസ്റ്റർ ജീവയുടെ ശ്രദ്ധയും കരുതലും അധ്വാനവുമെല്ലാം ഇന്നത്തെ എല്ലാ പരിപാടികളുടെയും പിന്നിലുണ്ട് എന്ന് എടുത്തു പറയാൻ എനിക്ക് സന്തോഷമുണ്ട്. ഈ അവസരത്തിൽ സിസ്റ്റർ ജീവയ്ക്ക് ഹൃദയപൂർവ്വം നന്ദി പറയുന്നു. പ്രിയ കുട്ടികളെ, ഈ ദിവസങ്ങളിൽ പല മത്സരങ്ങളിലും പങ്കെടുത്ത് ഉന്നത വിജയം കരസ്ഥമാക്കിയവരാണ് നിങ്ങൾ. 3 മിനിറ്റ് അല്ലെങ്കിൽ 5 മിനിറ്റ് പ്രകടനം കാഴ്ചവെക്കാൻ നിങ്ങൾ വളരെയേറെ ദിവസങ്ങൾ തന്നെ അതിനുവേണ്ടി ഒരുക്കപ്പെട്ടിട്ടുണ്ട്. നമുക്കറിയാം, അരങ്ങത്ത് ശോഭിക്കാൻ അണിയറയിൽ അധ്വാനം ആവശ്യമാണ്. വിജയം ആഗ്രഹിക്കുന്നവർക്ക് ഇതൊന്നും തടസ്സമല്ല. ഒരു വിത്തിൻ്റെ കാര്യം തന്നെ നമുക്ക് എടുക്കാം. വിത്ത് മണ്ണിലേക്ക് വലിച്ചെറിഞ്ഞാലും മണ്ണിൽ കുഴിച്ചിട്ടാലും മണ്ണിൽ ചവിട്ടി താഴ്ത്തിയാലും മണ്ണിനെ പൊളിച്ച് ആ വിത്ത് വളർന്ന് അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്നു. പ്രിയ കുട്ടികളെ, ദൈവം നിങ്ങൾക്ക് ദാനമായി നൽകിയിരിക്കുന്ന നിങ്ങളുടെ കഴിവുകളെല്ലാം, ഇനിയും ധാരാളം കഴിവുകളുണ്ട്. ഇപ്പോൾ പ്രകടമാക്കിയത് മാത്രമല്ല, ഇനിയും ഒരുപാട് സാധ്യതകളും കഴിവുകളുമെല്ലാം നിങ്ങളുടെ ഉള്ളിലുണ്ട്. നിങ്ങളുടെ അനുദിന ജീവിത സാഹചര്യങ്ങളിൽ അതിനെ താഴ്ത്തിക്കളയുന്ന ഒരുപാട് പ്രതിസന്ധികളും ഉണ്ടായേക്കാം. എന്നാൽ അതിനെയെല്ലാം കരുത്തോടെ നിങ്ങൾ അതിജീവിച്ച് ഉന്നതിയിലേക്ക് ഉയരണമെന്നാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹം. നിങ്ങൾക്കിപ്പോൾ ലഭിച്ച ഈ വിജയത്തിൽ ഞങ്ങളെല്ലാവരും സന്തോഷിക്കുന്നു. പ്രിയമുള്ള കുട്ടികളെ, എല്ലാവരുടെയും പേരിൽ നിങ്ങൾക്ക് വളരെയധികം അഭിനന്ദനങ്ങൾ അർപ്പിക്കുകയാണ്. നമ്മുടെ കുട്ടികളുടെ കഴിവുകൾ കണ്ടെത്തി അവർക്ക് നല്ല പരിശീലനം നൽകി അവരെ ഒരുക്കിയ പ്രധാന അധ്യാപകരെയും എല്ലാ അധ്യാപകരെയും മാതാപിതാക്കളെയും മറ്റ് എല്ലാ സഹോദരങ്ങളെയും ഇവിടെ ടെലിഫിലിമിനൊക്കെ നേതൃത്വം നൽകുകയും സഹായിക്കുകയും ചെയ്ത സഹോദരന്മാരെത്തിയിട്ടുണ്ട്. അവരെയും ഈ അവസരത്തിൽ അഭിനന്ദിക്കുകയും നന്ദി പറയുകയും ചെയ്യുന്നു. ഈ പരിപാടി വിജയകരമാക്കാൻ സഹായ സഹകരണങ്ങൾ ചെയ്ത എല്ലാ സിസ്റ്റേഴ്സിനെയും ഈ അവസരത്തിൽ പ്രത്യേകം ഓർക്കുകയാണ്. വളരെ പ്രത്യേകമായി
സിസ്റ്റർ ആൻസി, സിസ്റ്റർ ക്രിസ്ലിൻ, സിസ്റ്റർ ഹെലൻ റോസ്, സിസ്റ്റർ മീനു മാർട്ടിൻ ഇവരുടെ ഉറക്കമൊഴിച്ചുള്ള കഠിനാധ്വാനവും ത്യാഗവും എല്ലാം പ്രത്യേകം അനുസ്മരിക്കുന്നു. ഓരോരുത്തർക്കും പ്രത്യേകം നന്ദി പറയുന്നു. അതോടൊപ്പം ലൈറ്റ് ആൻഡ് സൗണ്ട് മീഡിയ ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന എല്ലാ സഹോദരന്മാർക്കും ഏറ്റവും സ്നേഹത്തോടെ നന്ദി പറയുന്നു. ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. നമ്മൾ ഈ പൊതുസമ്മേളനത്തിൻ്റെ സമാപനത്തിലേക്ക് വന്നിരിക്കുകയാണ്. ജ്ഞാനോദയ സെൻട്രൽ സ്കൂളിലെ കുഞ്ഞുങ്ങൾ നന്ദിയുടെ ഗാനം ആലപിച്ച് നമ്മൾ ഈ ഒരു ചടങ്ങ് അവസാനിപ്പിക്കുകയാണ്. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. God will walk with us down whenever others will walk. God will talk me all the time. Thank you for everything. God will walk with us down whenever others will walk. God will talk me all the time. Thank you for everything. Thank you for everything. Thank you for everything.